ചിലർ വലിയ കൺവെൻഷൻ നടത്തും, വെള്ളം പോലും കൊടുക്കുക, സ്വോത്ര കാഴ്ച പിരിക്കാൻ ഇങ്ങനെ ഇവനെല്ലാം ഭ്രാന്തെടുത്ത് നടക്കുക. സഞ്ചി, ഒരുത്തൻ്റെ സഞ്ചി മറ്റവൻ്റെ കുന്തം ഇങ്ങനെ അവനെല്ലാം നോക്ക്, ഇനി ആരെങ്കിലും പമ്മിയിരിപ്പുണ്ടോന്ന് അങ്ങ് പിഴിയുക. എന്നാൽ ഇവൻ ഈ പോകുന്നവർക്ക് ഇച്ചിരി ദാഹവെള്ളം കൊടുക്കുക. മിക്കവന്മാർ ഇവന്മാർക്കെല്ലാം മേടിക്കാൻ നല്ല എന്നെ നിങ്ങളിരുന്ന് ചിരിക്കുന്നു, ഉള്ള കാര്യമാണ്. മേടിക്കാൻ നല്ല വിരുദ. ഇന്നലെ പറഞ്ഞ പോലെ പരവീടെ അടിക്കാൻ നല്ല വിരുദ. 7, 8, 9 മണി വരെയും 10 മണി വരെയൊക്കെ വന്ന് യോഗത്തിന് കൂടുന്നവർക്ക് ദൂരമുള്ളവരും ചിലപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഞ്ഞി വെക്കാൻ നേരമില്ലാതെ ഓടി വരുന്നേ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. ഈ ജോലിയും വേലയൊക്കെ കഴിഞ്ഞ് ഒരു യോഗത്തിന് കൂടാനുള്ള ആഗ്രഹത്തോടെ ചിലപ്പം വീട്ടിലൊന്നും ആക്കി അടിക്കാനായി വരുന്നേ. അപ്പോൾ അവർ വന്ന് അല്പസമയമൊക്കെ ഇരിക്കുമ്പം സ്തോത്രം സ്വോത്ര കാഴ്ചക്കാരൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു, പേഴ്സ് മാത്രം, പേഴ്സ് വേണ്ട, പേഴ്സിനകത്തുള്ളതല്ല. എന്നോടൊരുത്തം പറഞ്ഞു കൊണ്ട് നിങ്ങൾ എങ്ങനെയും പൊക്കോ, ഇവിടെ തരാം. ഇവനെല്ലാം ഭ്രാന്താ കേട്ടോ, നിങ്ങൾ എതിലേലും പൊക്കോളാൻ. തിരിച്ച് കൊണ്ടുവന്നതല്ല അവന്. എല്ലാവർക്കും ഒരു മേടിക്കാൻ പഠിച്ചാൽ പോരാ, കൊടുക്കാനും പഠിക്കണം. പുസ്തകത്തിലെ വാക്യം അങ്ങനെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് വളരെ നല്ലതാ. ആട്ടെ, ഞാൻ കൊടുക്കുന്ന മുഖവും ചിലതിൻ്റെ മോന്തി ഒന്നും തെളിയല്ല, കഴിക്കും എന്ന് വെച്ച് പമ്മി ഇരുന്നൊരു നോട്ടമുണ്ട്. ഇങ്ങനെ വർക്കത്ത് കെട്ടുന്നതിൻ്റെ ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല മുളകുടച്ചതാ മതി, പക്ഷെ അത് കൊടുക്കുന്നതിനൊരു വിധവും ആ സ്നേഹവും ഒക്കെ ഇത് കഴിക്കണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും തൃപ്തിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.